ഇതിൽ PV അൻവർ ഒരു ഫാക്ടർ തന്നെയാണ്. പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികൾ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഈ ജനവിരുദ്ധ സർക്കാരിനെതിരെ നിരന്തര സമരത്തിൽ ഏർപ്പെടുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതും ഒരു ഫാക്ടറാണ്. ഇതെല്ലാം കൂടി വരുമ്പോൾ UDF വലിയ ഭൂരിപക്ഷത്തിലൂടെ വിജയിക്കും. അതിലൊരു സംശയവും വേണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറിയ മാർജിനിലാണ് PV അൻവർ LDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഇപ്പോൾ ജയിച്ചത്. അവിടെ NDAയുടെ BJPയുടെ വോട്ട് ഷെയർ കുറഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാമല്ലോ. NDAയുടെ വോട്ട് എങ്ങനെയാണ് കുറഞ്ഞതെന്നൊക്കെ. അവിടെ നമ്മളൊരു കാര്യം കൂട്ടി വായിക്കേണ്ടത്, ഇന്നിപ്പോൾ BJPയുടെ നേതാക്കന്മാർ പറയുന്നത് എന്താ, അവിടെ മത്സരിക്കണോ വേണ്ടയോ പോലും തീരുമാനിക്കുന്നില്ല. ഈ ബൈ ഇലക്ഷൻ ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയാണ്. ഞാനിതിനെ കൂട്ടി വായിക്കുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ 50-ലധികം സീറ്റിൽ RSSൻ്റെയും BJPയുടെയും പിന്തുണ CPM ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസിനെ തിരിച്ച് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പിണറായി വിജയന് തുടർഭരണം കൊടുക്കാൻ അങ്ങനെ ഒരു ശ്രമം നടന്നു എന്ന് RSSൻ്റെ ഓർഗനൈസറിൻ്റെ എഡിറ്ററായിരുന്ന ബാലശങ്കർ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അത് നമ്മൾ ഓർത്തെടുക്കണം. അവിടെയാണ് മലപ്പുറം വിരുദ്ധ പരാമർശത്തിലൂടെ പിണറായി വിജയനും CPMൻ്റെ നേതാക്കന്മാരും ഒക്കെ ആക്ഷേപിച്ചത്. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മലപ്പുറത്തെ സാധാരണക്കാർ തീരുമാനിക്കട്ടെ. മലപ്പുറത്തെ സാധാരണക്കാർ എല്ലാവരും തീവ്രവാദികളും എല്ലാവരും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരും എല്ലാവരും സ്വർണ്ണക്കടത്ത് നടത്തുന്നവരും അല്ല എന്ന് പിണറായി വിജയൻ്റെ പോലീസിന്റെ മുമ്പിൽ തെളിയിക്കാനുള്ളൊരു അവസരം അത് അവർ തെളിയിച്ചോളും. ഇനി രണ്ടാമത്തെ, അരുൺകുമാർ പറഞ്ഞ് EP ജയരാജന്റെ നേതൃത്വത്തിൽ കർഷക ജാഥ നടക്കുന്നു. ആരാ EP ജയരാജൻ? എന്താ പുള്ളിയുടെ പ്രധാന കൃഷി? വൈദേഹ്യം റിസോർട്ട്. പിന്നെ ജാവദേക്കറെ കാണുന്നത് അതോ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ താല്പര്യങ്ങളാണല്ലോ, ബിസിനസ് താല്പര്യങ്ങളാണല്ലോ. പക്ഷേ ഈ കർഷക ജാഥ നടത്തുമ്പോൾ EP ജയരാജൻ അടക്കമുള്ള CPMന്റെ നേതാക്കന്മാർ നിലമ്പൂർ മണ്ഡലത്തിലെ കർഷകരോട്, മലയോര കർഷകരോട് പറയാൻ ധൈര്യം കാണിക്കും. റബ്ബറിന് 200 കൃഷി ഉണ്ടെങ്കിലേ ജാഥ നടത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ബാലിശമല്ലേ? നിങ്ങളുടെ കർഷക നേതാക്കൾ, നിങ്ങൾ മലയോര മേഖല ജാഥയൊക്കെ നടത്തിയല്ലോ, VD സതീഷിനൊക്കെ അല്ലേ? അദ്ദേഹം കർഷകനായതുകൊണ്ടാണോ? അത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ EP ജയരാജന് കൃഷി നടത്തണം എന്ന് ഞാൻ പറഞ്ഞില്ല. EP ജയരാജൻ കപ്പകൃഷിയോ വാഴകൃഷി നടത്തണോ അല്ലെങ്കിൽ നെൽകൃഷി നടത്തണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാൻ വരുന്ന കാര്യം വേറെയാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ റബ്ബർ കർഷകർക്ക് 250 രൂപ താങ്ങുവില കൊടുക്കും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 9 വർഷമായി താങ്ങ് കൊടുക്കുന്നുണ്ടല്ലോ. ആ താങ്ങ് നിർത്തിയിട്ട് 250 രൂപ റബ്ബർ കർഷകർക്ക് താങ്ങുവില കൊടുക്കാൻ പറ്റിയോ എന്ന് പറയണം. അതുപോലെ മലയോര കർഷകർ നേരിടുന്ന വന്യജീവി അക്രമങ്ങളുടെ സമയത്ത് ഈ വനം വകുപ്പിന്റെ ജീപ്പിന് ഡീസൽ ഇല്ല എന്നുള്ള ആക്ഷേപം വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ആന ആളുകളെ ചവിട്ടിക്കൊല്ലുകയും കടുവ കടിച്ചു നിന്ന് കൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ വനം വകുപ്പ് മന്ത്രിയുടെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിക്ക് തൊട്ട് പ്രശ്നമുണ്ട്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല. അപ്പോൾ ആളുകൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും ഹിന്ദിപ്പാട്ട് പാടി ആസ്വദിക്കുന്ന വനം മന്ത്രിയെ ആ സ്ഥാനത്ത് വീണ്ടും അവരോധിച്ചിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടാണ് CPMന്റെ പ്രതിനിധി പറയുന്നത് ഉദ്യോഗസ്ഥർ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ വിടുപണി ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ മലയോര മേഖലയിലെ ആളുകൾക്ക് തയ്യാറാണോ എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാമല്ലോ. ഇനി അടുത്തത്, അദ്ദേഹം പറഞ്ഞ പെൻഷൻ കൊടുത്തു എന്നാ. നിങ്ങൾ പെൻഷൻ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് 2500 രൂപയാക്കുമെന്നാണ്. പക്ഷെ 1600 രൂപ പോലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാതെ കുടിശ്ശികയായിട്ട് കിടക്കുന്നു. ഇനി ലൈഫ് മിഷനെ കുറിച്ച് പറഞ്ഞാൽ 1,26,000 കുടുംബങ്ങളാണ് അടുത്ത ഗഡു കിട്ടാത്തതിന്റെ പേരിൽ മേൽക്കൂരയില്ലാത്ത കെട്ടിടത്തിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ചു കിടക്കുന്നത്. ലൈഫ് മിഷനിൽ ഒരു കുടുംബത്തിന് വീട് വയ്ക്കാൻ, അത് കോൺഗ്രസ്സുകാരനോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനോ ആരും ആയിക്കോട്ടെ, വീട് വയ്ക്കാൻ കൊടുക്കുന്നത് 4 ലക്ഷം രൂപ മാത്രമാണ്. അതിൽ സംസ്ഥാന സർക്കാർ 1 ലക്ഷം എന്തോ ആയിക്കോട്ടെ, ആ 4 ലക്ഷം രൂപ കിട്ടുന്ന പാവപ്പെട്ടവൻ ഇവിടെ കിടക്കുന്നു. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിക്കാനേ 11 ലൈഫ് മിഷന്റെ വീടിന്റെ പണം ചെലവഴിച്ചത്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്ത് നവീകരിക്കാനേ 11 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് കൊടുക്കുന്ന പണം ചെലവഴിച്ചത്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ 2 നിലയുള്ള കെട്ടിടത്തിൽ ലിഫ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടേ 5 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് വെക്കാനുള്ള പണം ദൂർത്തടിച്ചത്. അപ്പം നിങ്ങൾ ആരോടാണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് എന്നൊക്കെ നാട്ടിലെ ആളുകൾക്കറിയാം. ആളുകൾ തീരുമാനിക്കട്ടെ, ജനങ്ങൾക്ക് ലൈഫ് മിഷനിൽ എത്രത്തോളം വീട് കിട്ടി, എങ്ങനെയാണ് കിട്ടിയത്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്തിലെ പശുവിന് കിട്ടുന്ന പ്രയോറിറ്റി ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാരായ ലൈഫ് മിഷനിൽ വീടിന് അർഹതപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് പോലും കിട്ടിയോ എന്ന് അവര് വിലയിരുത്തട്ടെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞതിന് കൗണ്ടറായിട്ട് ഞങ്ങൾക്കും പറയാനുണ്ട്. അപ്പൊ ഈ പറഞ്ഞു പോകാതെ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം മാധവ്. ഞാൻ പറയുന്നത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയുന്നത് 700 രൂപയെങ്കിലും മിനിമം ആക്കി തരണമെന്ന് മുമ്പ് CPMന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന, മുമ്പ് CPMന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള, CITU ഉൾപ്പെടെ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്ത് ആവശ്യപ്പെട്ടിട്ടുള്ള, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുള്ള അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 100-ലധികം ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ രാഷ്ട്രീയമില്ലേ, അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയം എന്താ? 1,72,00,000 രൂപ മാസപ്പടിയും 1 കോടി രൂപ മറ്റേപ്പാട് കടവും വാങ്ങിയിട്ട്
അത് എന്തിന്റെ പേരിലാണ്, എന്ത് സേവനത്തിനാ വാങ്ങിയതെന്ന് പറയാൻ പോലും ഉത്തരം കിട്ടാതെ രാജ്യത്തെ ഹൈക്കോടതികൾ കയറി ഇറങ്ങി നടക്കുന്ന വീണ തൈക്കണ്ടില, LDFന്റെ സ്ഥാനാർത്ഥി, LDFന്റെ സമരമുഖം. ഞങ്ങൾ പറയുന്നത് ആശാ വർക്കർമാരുടെ രാഷ്ട്രീയം, ഞങ്ങൾ പറയുന്നത് പെൻഷൻ കിട്ടാത്തവരുടെ രാഷ്ട്രീയം, ഞങ്ങൾ പറയുന്നത് ക്ഷേമനിധി കിട്ടാത്തവരുടെ രാഷ്ട്രീയം, ഞങ്ങൾ പറയുന്നത് റേഷൻ മുടങ്ങുന്നവരുടെ രാഷ്ട്രീയം, ശമ്പളം മുടങ്ങുന്നവരുടെ രാഷ്ട്രീയം, കരാറുകാരുടെ കണ്ണീരിനെ കുറിച്ചിട്ട്, കർഷകരുടെ കണ്ണീരിനെ കുറിച്ചിട്ട്, നെല്ല് ഏറ്റെടുത്തിട്ട് അതിന്റെ പണം കിട്ടാത്തവരെ കുറിച്ചിട്ട്, അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നതാണോ ശരി, CPM പറയുന്നതാണോ ശരിയെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. BJPയെ കൂട്ടുപിടിച്ച് നിങ്ങൾ CJP ആയിട്ടാണോ മത്സരിക്കുന്നത് എന്നുകൂടി അറിഞ്ഞാൽ ഞങ്ങൾക്ക് കൊള്ളാം.